മനസ്സിലാക്കാനും ഞങ്ങളുടെ കുട്ടികൾക്കത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുമായിട്ട് ഒരു വേദി ഞങ്ങൾക്കായി ഒരുക്കുന്നത് ഒരുപാട് സന്തോഷവരാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒത്തിരി അടുത്ത് ഞങ്ങൾക്ക് പോകാനുണ്ട്. ഞങ്ങൾ ടൂറിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്തൊരു ഭാഗമാണ്. കാരണം ഈ മക്കളോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ സെക്ഷനിലൂടെയും ഓടിക്കയറി വേണം ഞങ്ങൾക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു അവസരം തന്നേക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിയ ശ്രീകാന്ത്, ചെറി, രാഹുൽ തുടങ്ങിയ എല്ലാ മക്കൾക്കും നല്ല ഭാവി ദൈവം ഒരുക്കി തരട്ടെ. അവരുടെ ജീവിതത്തിലേക്കുള്ള എല്ലാ ആവശ്യങ്ങളിലും ജഗദീശൻ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. അവരെ പരിചരിക്കുന്നവർക്ക് അതിലേറെ ശക്തിയോടെ ഓരോ ദിവസവും ക്ഷമയോടെ കുട്ടികളെ പരിചരിക്കുവാനും അവരെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുവാനും കഴിയട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ആശംസിക്കുന്നത്. അതിലേറെ പ്രാർത്ഥനയോടെ എന്നും പ്രാർത്ഥനയിൽ ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും നിങ്ങൾ ഓർക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റേറ്റ് കലോത്സവത്തിനും പാടി പിന്നെ പ്രൈസ് മേടിച്ചിട്ടുള്ള കുട്ടിയാണ് ദേവപ്രസൂതി. നിങ്ങൾക്കായിട്ടൊരു പാട്ട് പാടുന്നതായിരിക്കും. Yeah.
ഞാൻ തൃശ്ശൂരിനടുത്തുള്ള പിന്നെ കുന്നംകുളം എന്ന സ്ഥലത്ത് നിന്ന്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കുന്നംകുളം എന്ന സ്ഥലത്ത് നിന്ന്, കുന്നംകുളം ഒരു ബ്ലൈൻഡ് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ബ്ലൈൻഡ് സ്കൂളാണ്. ആദ്യം അത് ഡെഫും ബ്ലൈൻഡും കൂടെ ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ഇപ്പം കാഴ്ചയില്ലാത്ത കുട്ടികൾ മാത്രം, കാഴ്ച പരിമിതരായ കുട്ടികൾ മാത്രം പരിശീലിച്ച് വരുന്ന സ്കൂളാണ്. അവിടുത്തെ അധ്യാപികയാണ്. എൻ്റെ പേര് സാജി. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ടൂറ് സംഘടിപ്പിച്ചപ്പോൾ തന്നെ എല്ലാവരും അധ്യാപകരുടെ ഇടയിലുണ്ടായൊരു അഭിപ്രായം, ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും ഒരനുഭവം ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കാരണം ഇവിടുത്തെ അധ്യാപകരുടെ ആ ഒരു പേഷ്യൻസ് അത് കണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്താനും കൂടെ കഴിയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു കുട്ടിക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. എങ്കിലും എത്ര ക്ഷമയോടെ, വളരെ ക്ഷമയോട് കൂടിയാണ് ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ ജീവനക്കാരെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. അതുപോലെ പാരൻസിന് കൊടുക്കുന്ന ട്രെയിനിങ്ങും ഒക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ കൂടുതൽ ചെയ്യാൻ, അവരിലേക്ക് ആ കുട്ടികളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പേഷ്യൻസ്. കാരണം എത്ര അറിവ് ഉണ്ട് എന്നിരുന്നാലും കടലിനും അപ്പുറവും അതിനകത്ത് നമ്മൾ വല്ല വിജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല. അത് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഒരു പേഷ്യൻസ് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ വ്യക്തികളിലും ഉള്ളത് കൊണ്ടാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ ഓരോ ക്ലാസ്സുകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. മ്യൂസിക്കിൻ്റെ സെക്ഷനിലാണെങ്കിലും അതുപോലെ ഡാൻസ് എല്ലാം നല്ല സാധാരണ നല്ല പെർഫോം, അവരുടെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിലേക്ക് അതിനെ പെർഫോം ചെയ്യിക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാൻ ഞങ്ങൾക്കും ഒരു അവസരം കിട്ടിയത് വളരെയധികം കൃതാർത്ഥരാണ് ഞങ്ങളും. അതുപോലെ തന്നെ മാജിക്ക് വളരെ ഇൻട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചാപരിമിതരായവർക്ക് കുറച്ച് ഒട്ടും കാണാത്തവർക്ക് അതൊരു ചെറിയ, എന്നാലും നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ പോലും അതും വളരെ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ പിള്ളേർ ഇൻസ്ട്രുമെൻറ്റ്സ് മ്യൂസിക് വളരെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിലുള്ള കുട്ടികൾ വളരെ അറിഞ്ഞത്. കാരണം ആ സമയബന്ധിതമായിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരു എല്ലാം തത്സമയം കാണിച്ചു തന്നതിൽ ഏറ്റവും കുട്ടികൾക്ക് ഉണ്ടായ ക്ഷമയും അതുപോലെ ഇവിടുത്തെ ജീവനക്കാരുടെ ക്ഷമയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്ന വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇതിൻ്റെ അവസരം തന്നതിലും തുടർന്നും ഇനിയും ധാരാളം കുട്ടികളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും ഇത്തരം കുട്ടികളെ പാരൻസ് മാറ്റിവെക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സമൂഹം മാറ്റിവെക്കുന്ന അവസ്ഥയിൽ നിന്നും മുതുകാർ സാറിൻ്റെ ഈ ഒരു പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയം തന്നെയാണ്. നന്ദിയോടെ സ്മരിക്കുന്നു, എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവം കിട്ടിയതിലും വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ തുടർന്നും ഇതുപോലെ സാറിന് മുതുകാട് സാറിന് തീർച്ചയായിട്ടും കൂടുതൽ ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ. അതുപോലെ ഇവിടുത്തെ അധ്യാപകർക്കും ജീവനക്കാർക്കും ഇവിടെ പരിപാലിപ്പിക്കുമ്പോൾ അവർക്കുള്ള ആ ഒരു പരിശീലിപ്പിക്കുമ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോഴൊക്കെ ജഗദീശ്വരൻ്റെ കൃപ കൂടിയിരുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.